കോട്ടയം നഗരസഭാ പെൻഷൻ തട്ടിപ്പ് പ്രതി അഖിൽ സി വർഗീസുമായി തെളിവെടുപ്പ് നടത്തി വിജിലൻസ്. നഗരസഭാ ആസ്ഥാനത്ത് എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. കോട്ടയം വിജിലൻസ് കോടതി ഇന്നലെയാണ് പ്രതിക്ക് 5 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചത്. മുൻ ക്ലർക്ക് അഖിൽ സി വർഗീസ് തട്ടിയത് 2.39 കോടി രൂപയായിരുന്നു. കോട്ടയം നഗരസഭാ പെൻഷൻ തട്ടിപ്പ് പ്രതി അഖിൽ സി വർഗീസുമായി വിജിലൻസ് ഇന്ന് തെളിവെടുപ്പ് നടത്തുകയുണ്ടായി. നഗരസഭാ ആസ്ഥാനത്ത് പ്രതിയെ എത്തിച്ചായിരുന്നു ഈ തെളിവെടുപ്പ്. മിഥുൻ അയ്യപ്പൻ കൂടുതൽ വിവരങ്ങൾ നൽകും. മിഥുൻ, ഏതാണ്ട് 1 വർഷത്തിന് ശേഷമാണ് അഖിൽ സി വർഗീസിനെ പിടികൂടുന്നത്. വിജിലൻസ് പിടികൂടി റിമാൻഡ് ചെയ്തിരുന്ന അഖിൽ സി വർഗീസിനെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. അതിനുശേഷമുള്ള തെളിവെടുപ്പ് ആണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 4:30 നഗരസഭയിൽ എത്തിച്ച് ഇതിന്റെ വിശദമായിട്ടുള്ള തെളിവെടുപ്പ് നടത്തിയത്. പ്രധാനമായും അഖിൽ സി വർഗീസ് ഈ തിരിമറി നടത്തിയ സിസ്റ്റം, അതിന്റെ സെക്രട്ടറിക്ക് അയച്ച മെയിലുകൾ, ഇവയെല്ലാമാണ് പരിശോധിച്ചിരുന്നത്. നഗരസഭാ ഉദ്യോഗസ്ഥരുടെ കൂടി സഹായത്തോടെയായിരുന്നു ഈ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ അഖിൽ സി വർഗീസ് അയച്ച മെയിലുകൾ വിജിലൻസ് സംഘം പരിശോധിച്ചു. ഒപ്പം തന്നെ ഇതിൽ ഈ സെക്രട്ടറിയുടെ മെയിൽ കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ സെക്രട്ടറി അവധിയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അതിന് വിജിലൻസ് സംഘത്തിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ സെക്രട്ടറി അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയതിനു ശേഷം അഖിൽ സി വർഗീസുമായി വീണ്ടും ഇവിടെ എത്തി പരിശോധന നടത്തേണ്ടതുണ്ട്. ചില അനാസ്ഥകൾ സംബന്ധിച്ച വിവരങ്ങൾ, അതായത് ഈ നഗരസഭാ ഉദ്യോഗസ്ഥർക്ക് കൂടി കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്ക് കൂടി ഉണ്ടായ അനാസ്ഥ സംബന്ധിച്ച ചില നിർണായക വിവരങ്ങൾ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ ഇനി കൂടുതൽ തെളിവെടുപ്പിനായി കൊല്ലത്തേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. കൊല്ലത്ത് ഈ തട്ടിപ്പ് നടത്തിയ പണം ഉപയോഗിച്ച് അഖിൽ സി വർഗീസ് സ്ഥലം വാങ്ങിയെന്നും മറ്റ് ധനകാര്യ ഇടപാടുകൾ നടത്തിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടങ്ങളിലെല്ലാം എത്തിച്ച് തെളിവെടുപ്പ് നടത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 2.5 കോടിയിലധികം രൂപയാണ് തെളിവെടുപ്പ് തുടരും.